നമുക്ക് ഉള്ളത് അവിടെ ഒരു കൊച്ചിയിൽ നമുക്കൊരു ഓഫീസ് ഉണ്ട്, അവിടെ ഒരു ടീമുണ്ട്. ആൻഡ് ഓൾസോ നമ്മൾ വേൾഡിന്റെ എല്ലാ ഭാഗത്തുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് വേൾഡിന്റെ പല ഭാഗത്തുള്ള തെറാപ്പിസ്റ്റ് കേരളത്തിൽ മാത്രമല്ല അല്ല ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ട്, ആരോടെങ്കിലും ഒന്ന് തുറന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ബിക്കമിങ്ങിനെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ കോച്ച് നിങ്ങൾക്ക് വേണ്ടി അവിടെ റെഡിയാണ്. നമുക്ക് ഓൺലൈനായിട്ട് എവിടെ നിന്നും സർവീസ് എടുക്കാം. UK-യിലുള്ള ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഒരു വലിയൊരു ലൈറ്റാണ് അശ്വതി ഇപ്പം അവർക്ക് നേരെ അടിച്ചിരിക്കുന്നത്. കാരണം UK-യിലാണെങ്കിൽ പോലും നിങ്ങളുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും അവർക്കൊരു ആരോടെങ്കിലുമൊക്കെ നമുക്കൊരു ഡിപ്രഷനൊക്കെ കൂടി നമുക്ക് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് എന്തിനാണെന്നൊക്കെ തിരിച്ചറിയാൻ പറ്റാത്ത അവസരത്തിൽ നമ്മളിങ്ങനെ ആരോടെങ്കിലും തുറന്ന് സംസാരിക്കണം. അശ്വതി പറഞ്ഞ അതേ വാക്ക് ഞാൻ ഉപയോഗിക്കുകയാണ്. തുറന്ന് സംസാരിക്കണം തോന്നുകയാണെങ്കിൽ കോൺടാക്ട് ചെയ്യണം. എങ്ങനെയാണ് അവരൊന്ന് കോൺടാക്ട് ചെയ്യുക ആൾക്കാരെ? നമുക്ക് ബിക്കമിങ്ങിന് ഒരു ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതുവഴി കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കുള്ളതൊരു നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, വാട്സ്ആപ്പ് ഉണ്ട്. ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ വേണമെങ്കിൽ ഡീറ്റെയിൽസ് തരാം, വേണമെങ്കിൽ വീഡിയോയുടെ കൂടെ ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിന്റെ പേര് പറയാൻ പറ്റുമോ? ഇറ്റ്സ് ബിക്കമിങ് എന്നാണ്, _becoming എന്നുള്ളതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ്. അതാണ് ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ ഹാൻഡിൽ. അതിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഏത് സമയത്താണെങ്കിലും നമ്മൾ റെസ്പോണ്ട് ചെയ്യും. അപ്പൊ ഓരോരുത്തർക്കും ഓരോ സർവീസുകളായിരിക്കും വേണ്ടത്. ചിലർക്ക് കോച്ചിങ് ആയിരിക്കും, ചിലർക്ക് പ്രോപ്പർ കൗൺസിലിംഗ് ആയിരിക്കും, ചിലർക്ക് തെറാപ്പിയിലേക്ക് പോകേണ്ട കേസസ് ഉണ്ടായിരിക്കും. അപ്പൊ അത് നമ്മൾ ആദ്യം ഇനീഷ്യലി അനലൈസ് ചെയ്തിട്ട് വേണ്ട സർവീസിലേക്ക് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അത് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ മാറ്റി കൊടുക്കുകയാണ് ആളുകളൊക്കെ. തിരിച്ച് വീണ്ടും എന്താണ് ഈ ടെലിവിഷനിൽ ഞങ്ങൾക്കൊന്ന് ഒരു അവതാരകമായിട്ടൊക്കെ വളരെ എന്തെങ്കിലും അങ്ങനെ പ്ലാൻസ് ഉണ്ടോ? അങ്ങനെ അതിപ്പോ നമ്മുടെ പ്ലാൻ ചെയ്യണമല്ലോ. നമുക്ക് പറ്റുന്ന ഒരു ഷോ വരുമ്പോ വിളിക്കുന്നു, നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ എനിക്ക് ഈ അടുത്ത കാലത്തൊക്കെ വന്നത് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള സെയിം പാറ്റേണിലുള്ള ഷോസ് ആണ്. അപ്പൊ അതിനകത്ത് പുതുതായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നുള്ളത് കൊണ്ടും പിന്നെ ഇപ്പൊ ഈ ബിക്കമിങ്ങിൽ ഞാൻ കുറച്ചധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അത്തരത്തിലുള്ള സെഷൻസും അതിനൊക്കെ വേണ്ടിയിട്ട് സമയം കൂടുതൽ മാറ്റി വെക്കുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ അതിൽ ഫോക്കസ് ചെയ്യുന്ന വിചാരിച്ചു. പിന്നെ ഇപ്പൊ അടുത്ത മാസം ഒരു സിനിമ റിലീസ് ആവാനുണ്ട്, സൈജോ കുറിപ്പിന്റെ കൂടെ ഒരു സിനിമ ചെയ്യണമെന്ന്. ഫ്ലാസ്ക് എന്നാണ് സിനിമയുടെ പേര്. അപ്പൊ അത് അടുത്ത മാസം. അപ്പൊ നിങ്ങൾ എല്ലാവരും അത് കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഫ്ലാസ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അശ്വതിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റും.